ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറുനാരങ്ങ വാങ്ങി സൂക്ഷിക്കുമ്പോൾ വാടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചെറുനാരങ്ങ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഫ്ലഷ് ഒരു ഗ്രീൻ കളറിൽ തന്നെ നല്ല ഫ്ലഷി ആയി ഇരിക്കാൻ ചെയ്യേണ്ടതാണ് കേട്ടോ പറയുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു ബോട്ടിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അത് മുങ്ങുന്ന ആ ഒരു ലെവലിലുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഈ ഒരു ലെവലിൽ മതി നമുക്ക്. ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. ഫ്രീസ് ചെയ്യേണ്ട. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ചെറുനാരങ്ങ വാടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ പെട്ടെന്ന് ചിലപ്പം ഒരുപാട് വാങ്ങി വെക്കുമ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ വാടി പോകാറുണ്ട്. ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ഒരു വാടിയ നാരങ്ങ ആയിരിക്കും നമ്മൾ കിട്ടുക. അപ്പോൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജസ്റ്റ് നല്ല നീരെടുക്കാനുള്ള ടിപ്പും കൂടി പറഞ്ഞു തരാം. നന്നായി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് അരിയുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കലിൽ വെച്ചോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. കുത്തി കൊടുത്ത് നന്നായി ഇത് ഞെക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്താൽ നല്ല നീര് വീഴുട്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ മല്ലിയില കൊണ്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട മല്ലിയില പെട്ടെന്ന് വാടിപ്പോവും. വാങ്ങി വെച്ച് ഏകദേശം 2 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ മല്ലിയില ഇതുപോലെ വാടിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ ലീഫിൽ തന്നെ നമുക്ക് കിട്ടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ജസ്റ്റ് ഇതിൻ്റെ ഈ വേരൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനിത് ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മഞ്ഞ ഇലയും പച്ച ഇലയും ജസ്റ്റ് ഒന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു യൂസിന് നമുക്കിത് ഉപയോഗിക്കുക. നാളത്തേക്ക് ഇത് ഒന്നും കൂടി ഒന്ന് വാടിപ്പോവും. അപ്പോൾ എന്ത് വേണേൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വാടാതിരിക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ടവൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് ഒരു ടവലിൽ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഇത് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ മതി. അതിനുശേഷം തുറന്നിട്ടതിന് ശേഷം ഇത് സെപ്പറേറ്റ് ഇങ്ങനെ വേർതിരിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ കാറ്റ് കൊള്ളിക്കുക. നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു സ്മെല്ലുമാണ്. മാത്രവുമല്ല മല്ലിയില കേടാവാതിരിക്കാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കട്ടെ. വേണമെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വെക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ എടുത്താലും ഈ ഒരു കളറിൽ തന്നെ ഗ്രീൻ ലീഫായി തന്നെ നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.